السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وآله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, വർഷം 2025 പുതുവർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അഷാദ ഇസ്ലാമിക് സ്കൂൾ ചേവാറ് എന്ന വിദ്യാഭ്യാസ സമുച്ചയം നൽകുന്ന സന്ദേശം പ്രിയപ്പെട്ട റഷാദിയ മക്കളോടും റഷാദിയ കുടുംബാംഗങ്ങളോടും സർവ്വജനങ്ങളോടും ഒരു മെസ്സേജ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതുവർഷം എന്ന് പറയുന്നത് കേക്ക് മുറിച്ചും ഡാൻസ് കളിച്ചും പേക്കൂത്തുകൾ നടത്തിയും ആഘോഷിക്കാനുള്ളതല്ല എന്ന ഒരു വാസ്തവം നാം തിരിച്ചറിയണം. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കുറയുകയും മരണത്തിലേക്ക് ഒന്നുകൂടി നാം അടുക്കുകയും ചെയ്യുകയാണ് എന്നൊരു സന്ദേശം നമ്മളിൽ ഉണ്ടാവണം. എല്ലാ മതസ്ഥരും എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു വാസ്തവമാണ് മരണമെന്നുള്ള വസ്തുത. നമുക്കറിയാം, മനുഷ്യർ എത്ര വിഡ്ഢികളാണ്. മനുഷ്യൻ ഒരു ദിർഹം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സങ്കടപ്പെടുകയും അതോർത്ത് വേവലാതിപ്പെടുകയും അല്ലെങ്കിൽ അവൻ്റെ പറമ്പിൽ നിന്ന് ഏക്കറ കണക്കിൻ്റെ പറമ്പിൽ നിന്ന് ഒരു അരസെൻറ്റോ ഒരു സെൻറ്റോ മറ്റു രൂപത്തിൽ നഷ്ടപ്പെട്ടു പോയി മറ്റൊരാളുടെ കയ്യിലായിപ്പോയി എന്ന് അറിഞ്ഞതു മുതൽ അവൻ ടെൻഷൻ അടിക്കുകയും അവനക്ക് അല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും അവൻ അവരോട് പ്രശ്നത്തിന് നിൽക്കുകയും ചെയ്യും. അവൻ്റെ ആയുസ്സിൽ അവൻ്റെ സമയത്തിൽ കുറയുന്നത് അവൻ്റെ ഒരു സങ്കടത്തോടെയും നോക്കിക്കാണുന്നില്ല എന്നൊരു വിഡ്ഢിത്തം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആയുസ് കുറയുമ്പോൾ, പുതുവർഷം വരുമ്പോൾ, ബർത്ത്ഡേ വരുമ്പോൾ കേക്ക് മുറിച്ചും ആഹ്ലാദിച്ചും ആഘോഷിക്കുമ്പോൾ ഈ ലോകത്തുനിന്ന് വിട പറയാൻ എന്നെ കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ എന്നത് ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ എന്ത് നന്മ ചെയ്തു, ഇനി ഒരുപാട് നന്മകൾ ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു പ്രതിജ്ഞ എടുക്കുകയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുലേക്ക് എത്രത്തോളം അടുത്തുവെന്ന് തുലനം ചെയ്തുകൊണ്ട് ഒന്നും കൂടി അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതലായി അടുക്കണമെന്ന് ചിന്തിക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യേണ്ട ഒരവസരത്തിൽ പലരും അത് മനസ്സിലാക്കാതെ ആഹ്ലാദിച്ചു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷം ഒരുപാട് ദുഃഖകരമായ സംഭവങ്ങൾ നമ്മൾക്ക് എടുത്തു പറയാനുണ്ട്. പലസ്തീനിലെയും ഗസയിലെയും സിറിയയിലെയും പിഞ്ചുമക്കളടക്കം മനുഷ്യ കുരുന്നുകൾ ഭീകരവാദികളാൽ ശത്രുക്കളാൽ കൊല്ലപ്പെടുകയും ഇന്ത്യൻ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ദാരിദ്ര്യം പട്ടിണിയും അവിടെ നിന്ന് വേണ്ട നമ്മുടെ നാടുകളിൽ പോലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എത്ര മനുഷ്യ കുഞ്ഞുങ്ങളാണ് മണ്ണിനടിയിലായി പോയത്. ഇനിയും ചില ശരീരങ്ങൾ കണ്ടെത്താൻ ബാക്കി നിൽക്കെ എത്ര പണക്കാരാണ് പാപ്പരരായി അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ വസിക്കേണ്ടി വന്നത്. എത്ര മനുഷ്യ കുഞ്ഞുങ്ങളാണ് ഉറ്റവരെ തനിച്ചാക്കി എന്നേക്കുമായി വിട വാങ്ങിപ്പോയത്. എല്ലാം നമുക്ക് നൽകുന്ന പാഠങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ നാം പാഠങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുതിയൊരു വർഷം നന്മയുടെ വർഷമാക്കാനും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും സർവശക്തനായ അല്ലാഹുവിലേക്ക് അടുക്കുവാനും തിന്മയിൽ നിന്ന് വിടഞ്ഞു നിൽക്കുവാനും ഒരു നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ പഠിക്കുന്ന മക്കൾ എന്ന് വേണ്ട എല്ലാവരും അവൻ്റെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും സമൂഹത്തിന് നല്ലത് കാഴ്ചവെക്കുകയും എല്ലാവരിനാൽ നല്ലത് പറയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് എന്നേക്കുമായി ഈ ലോകത്തുനിന്ന് നല്ലവനായി വിടവാങ്ങി സർവശക്തനായ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ എല്ലാവിധ മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകിക്കൊണ്ട് സ്വർഗം നൽകുന്ന ഒരു അടിമയിൽപ്പെടാൻ വിശ്വാസികളെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക എന്ന് ഈ പുതുവർഷം ആഘോഷിക്കുന്ന ഈ ഒരു സുദിനത്തിൻ്റെ ആഹ്ലാദത്തിൽ മയങ്ങിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആടെ അവഗണിച്ചു പോകരുത്, മറന്നു പോകരുത് എന്ന് സാന്ദർഭികമായി ഒരു സന്ദേശം നൽകിക്കൊണ്ട് അല്ലാഹു തആല നാം എല്ലാവരെയും ഇരുലോകത്തും വിജയിച്ച മുത്തഖീങ്ങളിൽ പെടുത്തുമാറാകട്ടെ എന്ന ദുആ ആശംസയായി അർപ്പിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.